നമസ്കാരം. KS കിസാനുണ്ട് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡബിൾ എയർ പെട്ടിയും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയും ഞാൻ കാണിച്ചിരുന്നു. അന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞു വീഡിയോ ശരിക്കും കാണത്തില്ല, ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പിടിക്കുകയാണെങ്കിൽ ഉപകാരമുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ അല്ല, ഇത് വേറൊരു വെറൈറ്റി ഡബിൾ എയർ പെട്ടിയാണ് ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ വേറൊരു വെറൈറ്റി ആയിട്ട് കാണിച്ചത്. അപ്പം താല്പര്യമുള്ളവർ എൻ്റെ ഈ വീഡിയോ കൂടെ കാണുക. ഹൈപ്പ് ചെയ്യാനുള്ളവർ ഹൈപ്പും ലൈക്കും എല്ലാം ചെയ്യണം. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ പ്രചോദനം നൽകുമ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതൊരു ഡബിൾ എയർ പെട്ടിയാണ്. ഡബിൾ എയർ പെട്ടി എന്ന് പറഞ്ഞാൽ ഇതിന് പല പാർട്സുകളുണ്ട്. 1, 2, 3, ഇവിടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. 3, 4, 5. അപ്പം ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് പിരിക്കാനാണ് പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് മുട്ടയൊക്കെ പകുത്ത് പിരിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ ആണിമുട്ട എടുത്ത് പിരിക്കുന്നവരുണ്ട്, പിരിക്കാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കുമായിട്ട് ഈ ഡബിൾ എയർ പെട്ടി എപ്പോഴും നല്ലതാണ്. ഈ ഡബിൾ എയർ പെട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തേൻ മുകളിൽ തന്നെ വരത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പെട്ടിയിലും അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ ഈ പെട്ടിയുടെ നിർമ്മാണം ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ പെട്ടിയുടെ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. ഇത് ആണ് നമ്മുടെ തേനീച്ചയുടെ ബ്രൂഡ് ചേമ്പറായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രൂഡ് ചേമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് തേനീച്ചയുടെ മുട്ടയും പൂമ്പടിയും അവർക്ക് വേണ്ട എല്ലാ കേസുകളും പ്രാണി മുട്ടയിടുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ഈ ബ്രൂഡ് ചേമ്പർ. അപ്പൊ നമ്മൾ ഈ ബ്രൂഡ് ചേമ്പർ നമ്മൾ തേനെടുക്കുമ്പോൾ പലപ്പോഴും റാണി നഷ്ടപ്പെട്ടു പോയി, നമുക്ക് റാണി ചത്തുപോയി കഴിഞ്ഞാൽ നമുക്കൊരു 120 ദിവസത്തോളം നമുക്ക് നഷ്ടം വരും, പുതിയൊരു റാണി ഉണ്ടാകാൻ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ റാണി ചാകാതെയും തേനീച്ച കടിക്കാതെയും, അതായത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് തേനെടുക്കാം അല്ലെങ്കിൽ സെറ്റ് പിരിക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ പറയുകയാണ്, കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ മെഴുകും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റി കുറച്ചൊക്കെ അപാകതയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. മാത്രമല്ല ഈ വീഡിയോയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പൂമ്പടിയും മുട്ടയും കാര്യങ്ങളും എല്ലാം ഇവിടെ നിറഞ്ഞു വയ്ക്കണം. അപ്പം ഇത് നിങ്ങൾക്ക് കാണാം. ഇത് ഞാനൊരു ചെറിയ അടപ്പായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചെറിയ അടപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പൊക്കം ഇങ്ങനെ കുറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ മുട്ടയും കാര്യങ്ങളും വരും. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് വേറൊരു കോളനിയാക്കി, ഇതേപോലൊരു പെട്ടിയിലേക്ക് നമുക്ക് വേറൊരു കോളനിയായിട്ട് അതിന്റെ മുകളിൽ വെക്കാം. ഉദാഹരണമായി ഇതേ കൂട്ടൊരു പെട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കാന്ന് കൂട്ടിക്കും. നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു അടപ്പ്, അതായത് ഈ അടപ്പ് പോലത്തെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് പിരിക്കല് തീർന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു പൈപ്പ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൈപ്പ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ പൈപ്പ് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇത്രയും വോളിയത്തിൽ മാത്രം നമുക്ക് തേൻ ആക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഉള്ളിൽ ബ്രൂഡായി കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ബ്രൂഡ് നിങ്ങൾക്ക് കാണാം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പം ഇവിടെ ബ്രൂഡാണെങ്കിൽ നമ്മൾ ഇത് അടച്ചു വെക്കും. ഇത് അടച്ചിട്ട് ഇതിലെ നമ്മൾ ഈച്ചനെ കയറ്റും. ഈച്ചനെ കയറ്റി കഴിയുമ്പോൾ ഇവിടെ സ്വല്പം തേനോ കാര്യങ്ങളോ നമ്മൾ എടുത്തു വെച്ചു കൊടുക്കും. അപ്പം ഈച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനുള്ള ഭാഗത്തേക്ക് നമ്മൾ വെച്ച സ്ഥലത്തേക്ക് ഈച്ച തേൻ വെക്കും. താഴെ ബ്രൂഡായതുകൊണ്ട് ഇവര് ഈ പറയുന്ന ഇതിലിറങ്ങി അത് താഴോട്ട് പൊക്കോളും. അങ്ങനെ താഴോട്ട് പോയി അവര് അവിടെ ബ്രൂഡിൽ തന്നെ കൃത്യമായിട്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തുകയും നമുക്കിവിടെ തേൻ എടുക്കാനും സാധിക്കും. അങ്ങനെ തേൻ എടുക്കുമ്പോൾ നമുക്ക് ഈ തേൻതട്ട് തന്നെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ എടുത്തു മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് തേൻ എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തു മാറ്റി വെക്കാം. അപ്പൊ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പൊത്തുണ്ട്. ആ പൊത്തൊന്ന് എന്തെങ്കിലും കൊണ്ട് അടച്ചു വെച്ചേക്കണം, പെട്ടെന്ന് തന്നെ അടയ്ക്കണം. അപ്പൊ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച ഇതിൽ ഇറങ്ങത്തില്ല. നമുക്ക് ഇവിടെ ഒരു കാരണവശാലും തേനോ കാര്യങ്ങളോ
ഒന്നും പറ്റത്തില്ല. ഇവിടെ മെഴുക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിന് ഓളിയം കൂട്ടാം. ഓളിയം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഉയർത്താനും സാധിക്കും. ഇങ്ങനെ നല്ലൊരു തേൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉയർത്തിയിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയും വേണമെങ്കിൽ വേറൊരു രീതിയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടായിരിക്കും നിങ്ങൾ. ഇതിനിവിടെ ഞാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാ. അപ്പൊ നമുക്ക് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ വരുമ്പോ ഇതിനെ അടിത്തട്ട ഈ അടപ്പ് മോള് വെച്ചിരിക്കുന്ന അടപ്പ് നമ്മൾ അടിത്തട്ടായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇപ്പൊ ഇവിടെ ഓളി കുറവാണ്, നിങ്ങൾ കണ്ടോ. അപ്പൊ ഇവിടെ പെട്ടെന്ന് തന്നെ നിറയും. ഇങ്ങനെ പെട്ടെന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ 2 പുളപ്പയിലും നമുക്ക് മുട്ടയും കാര്യങ്ങളും കിട്ടും. അപ്പൊ നമുക്ക് ഈ പുളപ്പെടുത്തിട്ട് നമുക്ക് നേരെ ഇതിനകത്ത് വലിയ വെട്ടിയാണെ തന്നെ ഇതിനോട്ട് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ പ്രവർത്തനം കഴിഞ്ഞിരിക്കണം. അതിന്റെ മുകളിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ തട്ടുകൾ വെച്ചു കൊടുക്കാം. അപ്പം ഇവിടെ നമുക്ക് അതുപോലെ ഇതുപോലത്തെ ഈ താഴെ കാണുന്ന കൂട്ട് ഒരു വലിയ വെട്ടി എടുത്തിട്ട് ഇവിടെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇത് രണ്ടായിട്ട് നമുക്ക് അങ്ങനെ വേണ്ടും നമുക്ക് സെറ്റ് തിരിച്ച് എടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഓളിയത്തിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓളിയം കുറച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾ കണ്ടു, ഇതിനിവിടെയാണ് നമ്മളുടെ പ്രൂഡ്. അപ്പൊ ഈ അടപ്പ് ഇങ്ങനെ വെക്കുന്നു. നമ്മൾ ഈ വെക്കുന്ന സംഭവം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർന്നു. ഇവിടെ നമുക്ക് വോളിയം കൂട്ടാൻ സാധിക്കും. ഇത് ഇങ്ങനെ നമുക്ക് വെച്ച് ഇതിന്റെ വോളിയം കൂട്ടാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ബ്രൂഡിനെ നമുക്ക് ഹൈറ്റ് കൂട്ടാനും സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളുടെ ബ്രൂഡ് ഇതാണെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഇത് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓളി കൂട്ടാനുള്ള സംഭവം ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ നേരത്തെ പറഞ്ഞ ആ ഭാഗം ഇതാണ്. ഈ ഭാഗം നമ്മളെടുത്ത് ഇതിന് മുകളിലും വെക്കുന്നു. ഇപ്പൊ നമുക്ക് ഇത് 3 സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ബ്രൂഡ് തന്നെ 3 സെക്ഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ ബ്രൂഡ് തന്നെ 3 സെക്ഷനായിട്ട് മാറ്റുമ്പോൾ നമുക്ക് 3ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തിരിക്കാനും പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതിനെ വോളിയത്തിനെ കൂട്ടാൻ സാധിക്കും. അപ്പം അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഇതിവിടെ വെക്കുന്നു, തേൻതട്ട് ഇവിടെ വെക്കുന്നു. അപ്പം നോക്കി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് തേനെടുക്കാനും സാധിക്കും. അപ്പൊ തേനെടുക്കുമ്പോൾ ഈച്ച അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അടിക്കുന്നത്. നമ്മൾ പലപ്പോഴും തേനെടുക്കുമ്പോൾ ആള് നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി മാത്രമല്ല, ഇനി നമുക്ക് പെട്ടെന്ന് ഇരിക്കട്ടെ, ഇത് തേൻതട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും കാരണത്താൽ പെട്ടെന്ന് നമുക്കൊരു അവിടെ ഒരു പറക്കലും കാര്യങ്ങളും പെട്ടെന്ന് ഒരു ആക്രമണം, നമുക്കൊരു പെട്ടി വേണം. നമുക്കൊന്നും ചിന്തിക്കണ്ട, നമ്മുടെ ഈ പെട്ടിക്കകത്ത് തേനും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെടുത്തോണ്ട് പോയിട്ട് നമ്മളൊരു പെട്ടിയുടെ മുകളിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈച്ച വന്ന് കയറി കിട്ടും. പകരം നമുക്ക് ഇവിടെ ഒരു കാലിപ്പെട്ടി വെച്ച് അടച്ചു കൊടുത്താലും മതി. ഇനി അതല്ല പിന്നെയും നമുക്ക് ഈച്ച വരുന്നുണ്ടോ, അതിനും പ്രശ്നമില്ല. നമുക്ക് വീണ്ടും ഊരിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ വീണ്ടും നമുക്ക് കാലിപ്പെട്ടി അടയ്ക്കാം. ഇനി അതല്ല പിന്നെയും നമുക്ക് വേറെ വേണമെങ്കിലോ ഇത് അന്നപ്പോഴും പ്രശ്നമില്ല. നമുക്ക് ഇത് വേണമെങ്കിൽ ഊരിക്കൊടപ്പാം. അന്നപ്പോഴും ഇവിടെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള രീതിയിലാണ് ഞാൻ ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ വരും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കേണ്ടതാണ്. അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.